നമസ്കാരം. 4 പതിറ്റാണ്ട് കാലത്തെ കഠിനാധ്വാനത്തിലൂടെ ഡോക്ടർ ആർദ്ര ജേക്കബ് സമാഹരിച്ച 950 കുരിശുകളുടെ വിസ്മയ ശേഖരം കാണാൻ തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഈ അപൂർവ കുരിശ് ശേഖരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് സ്ഥാനാർത്ഥി YMCA ഹാളിലെ പ്രദർശനം കാണാനെത്തിയത്. ഈ അപൂർവ ശേഖരം ഒരുക്കാൻ ഡോക്ടർ ജേക്കബ് എടുത്ത കഠിനാധ്വാനത്തെ അർപ്പണ മനോഭാവത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രശംസിച്ചു. സ്ഥാനാർത്ഥി 15 മിനിറ്റോളം പ്രദർശന ഹാളിൽ ചെലവഴിച്ചു. 1 മീറ്റർ ഉയരമുള്ള ലത്തീൻ കുരിശ് മുതൽ 3 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ കുരിശ് വരെ ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വൈവിധ്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കുരിശ് ശേഖരം. വെള്ളായണി കാർഷിക കോളേജിലെ മുൻ അസോസിയേറ്റ് ഡയറക്ടറായ ഡോക്ടർ ജേക്കബ് 44 രാജ്യങ്ങളിൽ നിന്നാണ് ഈ കുരിശുകൾ ശേഖരിച്ചത്. അന്വേഷിച്ചിട്ടും കിട്ടാതിരുന്ന പുരാതന കുരിശ് രൂപങ്ങളുടെ ചിത്രങ്ങൾ കണ്ടെത്തി അവ തേക്ക് തടിയിൽ ഡോക്ടർ ജേക്കബ് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ 46 കുരിശ് മാതൃകകളും ഈ ശേഖരത്തിലുണ്ട്. ലത്തീൻ, ഗ്രീക്ക്, ജെറുസലേം, കോപ്റ്റിക് തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള കുരിശുകളാണിവ. 40 വർഷം മുൻപ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ കന്യാസ്ത്രീ വത്തിക്കാനിൽ നിന്ന് കൊണ്ടുവന്ന കുരിശായിരുന്നു ശേഖരത്തിൽ ആദ്യത്തേത്. ഈ ശേഖരത്തിൽ ഇപ്പോൾ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള 950 കുരിശ് രൂപങ്ങളുണ്ട്. ദുബായിൽ നിന്ന് വാങ്ങിയ കല്ല് പതിച്ച് സ്വർണം പൂശിയ കുരിശാണ് കൂട്ടത്തിൽ ഏറ്റവും മൂല്യമേറിയത്. കൂടാതെ 35 ഭാഷകളിലുള്ള ബൈബിളുകളും സൂക്ഷിക്കുന്നു. സുഹൃത്ത് ഇമ്മാനുവൽ ഹെൻറി തയ്യാറാക്കിയ ബൈബിളിന്റെ കയ്യെഴുത്തു പ്രതിയും ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങിയ കുഞ്ഞു ബൈബിളും ശ്രദ്ധേയമാണ്. പട്ടം പ്ലാമൂട് സ്വദേശിയാണ് ഡോക്ടർ ജേക്കബ്. അതിനിടെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ ക്യാമ്പസും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. ക്യാമ്പസിലെത്തിയ അദ്ദേഹത്തെ വിദ്യാർത്ഥിനികൾ 100 കൂട്ടം ചോദ്യങ്ങളുമായി പൊതിഞ്ഞു. സ്ഥാനാർത്ഥി ഒരു ടെക്കി കൂടിയാണെന്ന് അറിഞ്ഞതോടെ വിദ്യാർത്ഥികൾക്കും ആവേശമായി. നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പ്രൈവസി തുടങ്ങി വിവിധ നൂതന വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ സംശയ നിവാരണം നടത്തി. തൻ്റെ ഇഷ്ടവിഷയങ്ങളിൽ പുതുതലമുറ വിദ്യാർത്ഥികളുമായി സംവദിക്കാനുള്ള അവസരം ലഭിച്ച സ്ഥാനാർത്ഥിക്കും ഇത് ആവേശകരമായ അനുഭവമായി. AI-യുടെ ഭാവി, സ്വകാര്യത ദുരുപയോഗം, അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി നൽകി. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതിലെ ആശങ്കയും വിദ്യാർത്ഥികൾ മന്ത്രിയുമായി പങ്കുവച്ചു. വിദ്യാഭ്യാസത്തിനൊപ്പം നൈപുണ്യ വികസനവും ഉറപ്പാക്കിയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് 10 അടൽ ടിങ്കറിംഗ് ലാബുകൾ അനുവദിച്ചത് ഇതിന്റെ ഭാഗമാണ്. താൻ ജയിച്ചാൽ തിരുവനന്തപുരത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യാ കേന്ദ്രമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനകം എല്ലാ സ്കൂളുകളിലും നൈപുണ്യ വികസന കേന്ദ്രം തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയമോഹൻ, ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ഡോക്ടർ സുമാ ശേഖർ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നിച്ചതിൽ അതിശയിക്കാനില്ലെന്നും ഇതൊക്കെ വെറും നാടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM-നും കോൺഗ്രസിനും ഉണ്ടായിരുന്ന അടിത്തറയും ജനപിന്തുണയും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനിടെ LDF കൺവീനർ EP ജയരാജനുമായി തനിക്ക് ബിസിനസ് ഡീൽ ഉണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ ആരോപണത്തിനും അദ്ദേഹം നേരത്തെ മറുപടി നൽകിയിരുന്നു. 18 കൊല്ലമായി രാഷ്ട്രീയത്തിലുള്ളയാളാണ് താൻ. ഇത്തരം മടിയന്മാരായ രാഷ്ട്രീയ നേതാക്കളെ കുറെ കണ്ടിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ ഇല്ലെന്നും തനിക്ക് വേറെ പണിയുണ്ടെന്നും നുണയ്ക്കും അർദ്ധസത്യങ്ങൾക്കും പിന്നാലെ പോകാനില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. EP ജയരാജന്റെ ഭാര്യയും തന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അത് BJP CPM രഹസ്യധാരണയാണോ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ബിസിനസ് ബന്ധം എന്ന ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു.